നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴവും ഗോതമ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് പൊട്ടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പൊട്ടിച്ച ശർക്കര 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 1 ബോൾ ശർക്കരയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് പാനിയായിട്ട് വരട്ടെ. ഈ ശർക്കര പാനിയിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യിലേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വറുത്ത് എടുക്കാം. ഉണക്കമുന്തിരി വറുത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ഈ കളർ മാറി തുടങ്ങിയ കശുവണ്ടി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേ നെയ്യിലേക്ക് നമ്മളിപ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ പഴം ആ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ പഴത്തിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്നും കൃത്യം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പിടി തേങ്ങ ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ തേങ്ങ കുറച്ചുണ്ടെങ്കിലും ടേസ്റ്റും കൂടിയിരിക്കും. ആ തേങ്ങയും ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് വരണ്ട് വരണം. ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. ഇതിൽ ഇപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. കാരണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണല്ലോ മാവ് കുഴയ്ക്കാൻ പോകുന്നത്. ഇപ്പം പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ 3-4 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുവാണ്. വീറ്റ്ഫ്ലോർ, ആട്ട. അടുത്തതായിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുക്കാൻ പറയുമ്പോൾ ഒരുപാട് ലൂസായി പോകണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ. അപ്പം ഇതുപോലെ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കത്തില്ല, അതുപോലെയാണ് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ലൂസ് മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് ഞാനൊരു 3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് കുറേശ്ശെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആവാനാണ് നമ്മൾ ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു 6 ഏലക്കായുടെ അരി മാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ആ ചതച്ച ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, അതും ഇതിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പൗഡറായി പോകേണ്ട ആവശ്യമില്ല. റോസ്റ്റ് ചെയ്ത കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും മിക്സ് ചെയ്യാം. ആ ഏലക്കയൊക്കെ എല്ലാ ഭാഗത്തും എത്തണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്ക് ടിന്ന് ഉപയോഗിച്ചിട്ടാണ്. കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കാം. അതല്ലെങ്കിൽ നല്ലൊരു അലുമിനിയത്തിൻ്റെ ചൂട് കെട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാഷ്യൂ നട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഇത് ഇഡ്ഡലി പാത്രത്തിനുള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഐറ്റം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ഓയിലൊക്കെ തടവി വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഇതിലൊന്നും ഒട്ടത്തില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഈ സ്വാദിഷ്ടമായ പലഹാരം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.